നമസ്കാരം. സല്ലസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ചെറിയ യാത്രയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഉലുവയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് ഒരു ചെറിയ യാത്ര. എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റ് ചെയ്യണേ. താങ്ക് യു. ഇതൊരു ചെറിയ യാത്രയാണ്. 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കി 4 മിനിറ്റ് 3 സെക്കൻഡിലാണ് ഈ വീഡിയോ ഉള്ളത്. ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈവേ ഭാഗത്തേക്ക്, ഉൽവേ ഹൈവേയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇതാണ് ഉൽവേ സിഗ്നൽ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലൈ ഓവർ കാണാം. ഈ കാണുന്നത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഉറനിലേക്കും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെറൂൾ സിബിലി ഭാഗത്തേക്കും, അല്ലെങ്കിൽ നമുക്ക് പൂന ഹൈവേയോ അല്ലെന്നുണ്ടെങ്കിൽ ബോംബെ ഹൈവേയോ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിതിപ്പം ഇവിടെ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഈ ഹൈവേയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. ഇത് കാണുന്നതും മനസ്സിലാകും, ഇതെല്ലാം ഫ്ലൈ ഓവറുകളാണ്. ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് മറ്റൊരു ഫ്ലൈ ഓവറിലേക്ക് 3ഓളം പാലങ്ങളാണ് അങ്ങനെ നെറുളുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നത്. ഈ കാണുന്ന ഇവിടുന്ന് സിഗ്നലിന്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ പാംബീച്ച് ഹൈവേ ആണ്. നേരെ മുന്നിൽ കാണുന്നത് മുനിസിപ്പാലിറ്റി ഓഫീസാണ് ഇവിടുത്തേത്. ഇത് ആണ് പാംബീച്ച് ഹൈവേ. വളരെ മനോഹരമായ, ലെഫ്റ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ കടലിലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റൂല. ഇത് പാംബീച്ച് ഹൈവേ തന്നെയാണ്. ഇവിടെ നിന്ന് ഇതാണ് ജുവൽ ഓഫ് നവി മുംബൈ എന്ന് പറയുന്ന സ്ഥലം. ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യാനും ജോഗിങ് ചെയ്യാനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് ഇതിനകത്തൊരു ലേക്കുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ രാവിലെ വരും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്, ഇത് കാണാനായിട്ട്. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. സുന്ദരമാണ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. രാവിലെ ജോഗിങ്ങിനും ഫുൾ ടൈം ഫോട്ടോഷൂട്ടിങ്ങിനും ഒക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട്. ഇതാണ് പള്ളി, നെറൂൾ പള്ളി, ലിറ്റിൽ ഫ്ലവർ ഫൊറോന ചർച്ച്. ഇതിന്ന് മുൻപോട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഗേറ്റ്, മെയിൻ ഗേറ്റാണിത്. ഇവിടുന്ന് ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണ് ആ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ നടുമുറ്റം എന്ന് പറയാം നമുക്ക്. ഇതാണ് ആ ഗ്രോട്ടോ മാതാവിൻ്റെ. ഇതാണ് പള്ളിക്കകം. ഇതാണ് ഞങ്ങളുടെ ഫൊറോന പള്ളിയുടെ ഉൾവശം. വളരെ മനോഹരമായ, പ്രാർത്ഥിക്കാൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തോന്നുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന ഞങ്ങളുടെ അഭയകേന്ദ്രം നെറുൾ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ചർച്ച്. താങ്ക് യു.